ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. യേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കായി പാടു സഹിച്ചിടാം, ക്രൂശെടുത്തുകൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. അന്ത്യത്തോളവും സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടെ വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോകസംഭവങ്ങളെ നാം ഒഴിഞ്ഞു പോകുവാൻ, തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തും അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചും തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. തൻ തിരുമുൻപിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ, തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധന്മാർഗണം എടുക്കപ്പെട്ടിടുമ്പോൾ കൈവിടപ്പെടുന്നോർ സംഭ്രമിച്ചിടുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധരാജനോടെന്നും വാഴുമേ. വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധരാജനോടെന്നും വാഴുമേ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ
വന്നിതരാകാൻ കാലമടുത്തു പോ. ഈ ലോകമേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തു പോ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയാ. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ, കാത്തിരിക്കുക നാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കുമുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമുക്ക് പല മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ധാരാളം മുന്നറിയിപ്പുകൾ നൽകുമായിരുന്നു. തൻ്റെ പിന്നാലെ വരുന്ന പുരുഷാരത്തോട് കർത്താവ് പലപ്പോഴും മുന്നറിയിപ്പിൻ്റെ വചനം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള ദൈവമക്കളോട് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നതായ അവസരം നല്ല രീതിയിൽ, നഷ്ടപ്പെടാത്ത രീതിയിൽ, പിന്നീട് ദുഃഖം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ, വരും കാലങ്ങളിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് മനസ്സിന് മനസ്താപം ഉണ്ടാകാത്ത രീതിയിൽ ലഭിക്കുന്ന അവസരം തക്കത്തിൽ വിനിയോഗിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 1975 ഒരു എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ തൻ്റെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സിഇഒയുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. കമ്പനി പ്രായമായ പലർക്കും വളരെ പ്രശസ്തമായിട്ട് അറിയാവുന്ന കമ്പനിയാണ്. കൊഡാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഒരു പക്ഷേ അല്പം പ്രായമുള്ളവർക്ക് മനസ്സിലാകും. ഒരു കാലത്ത് ഈ ക്യാമറ എന്ന് പറയുന്നത് ഫിലിം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരുന്നു. പിന്നീട് അതിൻ്റെ കോപ്പി എടുക്കാൻ ഫിലിം വാഷ് ചെയ്താണ് കോപ്പി എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫിലിം ക്യാമറ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് ഈ കൊഡാക്ക് കമ്പനിയുടെ ആയിരുന്നു. അതിനെ വെല്ലുവാൻ പല കമ്പനികളും അന്നുണ്ടായിരുന്നെങ്കിലും കൊഡാക്കിനെ വെല്ലുവാനായി ഒരു കമ്പനിയും ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കമ്പനി. ഈ ക്യാമറ വേൾഡ് കൊഡാക്കായിരിക്കും എല്ലാ കാലത്തും അടക്കി വാഴാൻ പോകുന്നത് എന്നാണ് ആളുകളെല്ലാം ചിന്തിച്ചത്. എന്നാൽ 1975 ഈ കൊഡാക്ക് കമ്പനിയിലെ എഞ്ചിനീയർ ആണ് അതിൻ്റെ സിഇഒയുടെ ഓഫീസിലേക്ക് കടന്നു ചെന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചു. അത് ഫിലിം ഇനിയുള്ളതായ കാലഘട്ടത്തിൽ ആവശ്യം വരികയില്ല. നമുക്ക് ഫിലിം ഇല്ലാത്ത ക്യാമറകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, ഡിജിറ്റൽ ക്യാമറകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ടെക്നോളജി ഞാൻ ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നറിയിച്ചു. ഈ സിഇഒ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ക്യാമറയുടെ ലോകം എല്ലാ കാലത്തും അടക്കി വാഴാൻ പോകുന്നത് നമ്മളാണ്. പിന്നെ എന്തിനാണ് ഡിജിറ്റൽ ക്യാമറ? അതുകൊണ്ട് ഈ ഫിലിം ഉപയോഗിച്ചിട്ടുള്ള ക്യാമറ അത് മതി നമുക്ക്. അതുകൊണ്ട് ഡിജിറ്റൽ ക്യാമറയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, കൊഡാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്യാമറ ലോകത്തെങ്ങും കിട്ടാനില്ല. അഥവാ ആ കമ്പനിയെ ഇല്ലാതായി തീർന്നു. അന്ന് ആ എഞ്ചിനീയർ ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്, കാലം മാറും, ഡിജിറ്റൽ യുഗത്തിലേക്ക് വരും. അന്ന് നമ്മുടെ ഈ ഫിലിമുമായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ ക്യാമറകളിലേക്ക് മാറണം എന്ന് കൃത്യമായി പറഞ്ഞതാണ്. പക്ഷെ അത് കേൾക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല, സിഇഒയ്ക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ആ കമ്പനിയെ കാണാനില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നോക്കിയ എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച്. ഇന്ന് നമ്മുടെ കൈകളിൽ ധാരാളം മൊബൈൽ ഫോൺസ് ഉണ്ട്. ഐഫോൺ ഉണ്ട്,
സാംസങ് ഉണ്ട്, ധാരാളം കമ്പനികളുണ്ട്. എന്നാൽ ഈ മൊബൈൽ ഫോണുകൾ പ്രചാരത്തിൽ എത്തിയപ്പോൾ ലോകം മുഴുവനും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കീഴടക്കിയ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് നോക്കിയ. ഈ നോക്കിയ കമ്പനിയുടെ സിഇഒയോടും ആ കമ്പനിയിലെ എഞ്ചിനീയർ ചെന്ന് പറഞ്ഞതാണ്, നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ്, ആൻഡ്രോയിഡ് ആപ്പിലേക്ക് നാം മാറേണ്ടതുണ്ട്, അതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്, അതുപോലെയുള്ള ഫോണുകൾ നമ്മളും നിർമ്മിക്കണം, നോക്കിയായും ആൻഡ്രോയിഡിലേക്ക് കടക്കണമെന്ന് എഞ്ചിനീയർമാർ സിഇഒയുടെ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ നോക്കിയയുടെ സിഇഒ അത് കേൾക്കാൻ മനസ്സായില്ല, അത് ചെയ്തില്ല. നമുക്കറിയാം, ഇന്ന് നോക്കിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ തന്നെ കിട്ടാനില്ല, ആ കമ്പനിയെ കേൾക്കാനില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന്. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, സമയങ്ങൾ, അത് തക്കത്തിൽ വിനിയോഗിക്കണമെന്ന് ദൈവവചനത്തിൽ നമ്മളെ മുന്നറിയിപ്പ് തന്ന് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ഗൗരവബുദ്ധിയോടെ പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് തിരിയാത്ത ഒരു ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കാനുള്ളതായ വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിപ്പുണ്ട്. വിശ്വാസത്തോടെ കടന്നു വരുന്ന ആർക്കും, ഏത് മതത്തിൽപ്പെട്ടവനും ഏത് ജാതിയിൽപ്പെട്ടവനും സ്വർഗരാജ്യം കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്ത് സംഭവിച്ചു? വായിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ വാഗ്ദത്തം കിട്ടിയ ജനം ഒന്ന് ഭയത്തോടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയായി ജനിക്കുന്നവർ അത് വളരെ വ്യക്തമായിട്ടൊന്ന് ചിന്തിക്കണം. ഈ വചനം വായിക്കുവാനും ഈ വചനം കേൾക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ ഒരു ക്രിസ്ത്യാനിയായി ജനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ മറ്റ് സമുദായങ്ങളിലോ ജാതികളിലോ ജനിക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സത്യവചനം കേൾക്കുവാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. ഏതൊരു സഭ എടുത്താലും, നവീകരണ സഭകളാണെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് വചന ശുശ്രൂഷകളുണ്ട്. അല്ല, പുരാതന സഭകളാണെന്നുണ്ടെങ്കിൽ എല്ലാ സഭകൾക്കും കൺവെൻഷനുകളുണ്ട്. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിൽ ഓരോ ദൈവാലയങ്ങളിലും അവർ വചന ശുശ്രൂഷകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അല്ല, ഓരോ ദിവസം ഓരോ ഞായറാഴ്ചയും ഉള്ളതായ വിശുദ്ധ ആരാധനയിൽ അതിന് മധ്യത്തിൽ ഏവങ്കേലിയോൻ നാം വായിച്ച് കേൾക്കുന്നുണ്ട്, തിരുവചനം വായിക്കുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ പേരിനെങ്കിലും നാമധേയ ക്രിസ്ത്യാനികളുടെയെങ്കിലും വീട്ടിൽ ഈ തിരുവചനമുണ്ട്, ബൈബിളുണ്ട്. ഇത് വായിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന എത്ര പേരുണ്ട്? ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാധകമായിട്ടുണ്ടോ, പ്രായോഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്തതായ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം കിട്ടാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അപ്പോൾ അത് കിട്ടാതെ പോകാം. ക്രിസ്ത്യാനിയായി ജനിച്ചതുകൊണ്ട് കിട്ടണമെന്നില്ല. പള്ളിയിൽ ഞായറാഴ്ച ആരാധനാലയത്തിൽ പോകുന്നുള്ളത് കൊണ്ട് കിട്ടണമെന്നില്ല. പള്ളിയിലെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യം കിട്ടണമെന്നില്ല. കാരണം ദൈവരാജ്യത്തിൻ്റെ ഉടയവനായി തീരുന്നതും സഭയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഭൂമിയിലുള്ളതായ ഭൗതികമായ ഏതെങ്കിലും ഒരു സഭയിലെ അംഗമായിരിക്കുക, സ്ഥാനമാനത്തിരിക്കുക എന്നൊക്കെ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൻ്റെ ഉടയവനായി തീരുന്നതും ദൈവാലയത്തിലെ ശുശ്രൂഷക്കാരനായി തീരുന്നതോ കൂട്ടായ്മയിലെ ശുശ്രൂഷക്കാരനായി തീരുന്നതോ ഒന്നും, ദൈവവേല ചെയ്യുന്നതോ ഒന്നും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല. ബന്ധപ്പെട്ടിരിക്കേണ്ട വിഷയങ്ങളാണ് ഇത് രണ്ടും. തമ്മിൽ പരസ്പരം പൂരകങ്ങളായി പോകേണ്ടതാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക.
അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ളതായ വഴി ഏത്, മാർഗമേത് എന്നുള്ളതായ പരമസത്യം കേട്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷേ എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ടവതിന് അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ടവർ അത് പ്രയോജനപ്പെടുത്തിയില്ല, തക്കത്തിൽ അത് വിനിയോഗിച്ചില്ല. ദൈവമക്കളെ, ഇങ്ങനെ ഒരു അനുഭവം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. നാം എല്ലാ ഞായറാഴ്ചയും ദൈവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുത്ത് പള്ളിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത്, അല്ല സഭയുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് എല്ലാം നമ്മൾ പോകുന്നുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമമായി ആചരിക്കും, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി നേടിയെടുക്കേണ്ടതായ ദൈവരാജ്യത്തിൻ്റെ ആ അനുഭവം, എൻ്റെ പേര് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലുള്ളതായ ജീവന്റെ പുസ്തകത്തിൽ എഴുതി കിട്ടുന്ന ഒരു അനുഭവം, അത് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഈ ഭൂമിയിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴും ദൈവരാജ്യത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടവരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവമക്കളെ. എന്നാൽ പലർക്കും അത് എഴുതി കിട്ടാനും ദൈവരാജ്യത്തിൽ പോകുന്നതിനുള്ളതായ സദ്വർത്തമാനം കേൾക്കുന്നതിനുമുള്ള അവസരം കിട്ടി, പക്ഷെ അവർ അത് തക്കത്തിൽ വിനിയോഗിച്ചില്ല. വളരെ ഭയാനകമായ അനുഭവങ്ങൾ തിരുവചനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 2 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് കേൾക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു അടയാളങ്ങളുടെ ആരംഭമായി തൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ചെയ്ത കാനാവിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, ഈ സംഭവം ഉണ്ടായി, കർത്താവായ യേശുക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, എല്ലാവരും അത് അനുഭവിച്ചു, എല്ലാവർക്കും അത് വീഞ്ഞാണെന്ന് പിടികിട്ടി. എന്നാൽ ഈ യേശുക്രിസ്തുവിൽ, ഈ യേശു ദൈവപുത്രനാണ് എന്നുള്ള പരമസത്യത്തിൽ വിശ്വസിക്കുവാൻ ശിഷ്യന്മാർക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അവിടെ വന്ന വലിയ കൂട്ടം ജനത്തിന് സാധിച്ചില്ല. ആ വീട്ടിലെ മണവാളന് സാധിച്ചില്ല. ആ വീട്ടിലെ മണവാളന്റെ അപ്പനും അമ്മയ്ക്കും സാധിച്ചില്ല. കലവറക്കാരന് സാധിച്ചില്ല. യേശു ഉണ്ടാക്കിയതായ വീഞ്ഞ് ആളുകൾക്ക് വിളമ്പിക്കൊടുത്തതായ ആ വിളമ്പലുകാർക്ക്, വേലക്കാർക്ക് യേശുവിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ദൈവവചനം പറയുന്നു, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു, വേറെ ആരും വിശ്വസിച്ചതായി അവിടെ കാണുന്നില്ല. ദൈവമക്കളെ, എത്ര അത്ഭുതങ്ങൾ നടന്നാലും, എത്രയേറെ ശക്തമായ വചനങ്ങൾ കേട്ടാലും കുലുങ്ങാതിരിക്കുന്ന വലിയൊരു കൂട്ടം ജനം നമ്മുടെ മധ്യത്തിലുണ്ട്. കേൾക്കുന്ന വലിയൊരു കൂട്ടം ജനമുണ്ട്, പക്ഷേ ഹൃദയത്തിലേക്ക് കയറുന്നത് തുലോം ചുരുക്കമായ ആളുകളുടെ ഉള്ളിലേക്കാണ്. വളരെ ചെറിയ ആളുകൾക്ക് മാത്രമേ, കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളിലേക്ക് വചനം കയറുകയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഇത് ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നതാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇതൊരു മുന്നറിയിപ്പാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കപ്പെട്ടവരായി കർത്താവിന്റെ വചനം കേൾക്കാൻ വരും. പക്ഷേ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ തുലോം ചുരുക്കമായിരിക്കും. നമുക്കറിയാം, കാനാനിലേക്ക് യാത്ര പുറപ്പെട്ടവരുടെ എണ്ണം പുരുഷന്മാർ തന്നെ, 20 വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാർ തന്നെ 6 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പുറപ്പെട്ടപ്പോൾ 20 വയസ്സും അതിനു മേളിലും പ്രായമുണ്ടായിരുന്നവരിൽ 6 ലക്ഷം പേരിൽ കേവലം 2 പേര് മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. അന്ന് പ്രായപൂർത്തിയായ പുരുഷന്മാരിൽ 2 പേർക്ക് മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. ബഹുഭൂരിപക്ഷം എന്ന് ആ ഒരു വാക്ക് പോലും പറഞ്ഞാൽ അത് പോരാ. 5,99,998 പേരും മരുഭൂമിയിൽ പട്ടുപോയി മരിച്ചുപോയി. അവർക്ക് കനാൻ ദേശം അവകാശമാക്കാൻ സാധിച്ചില്ല. എന്നാൽ പുറപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടു ചെന്നാക്കുമെന്നാണ്. ആ വന്ന 6 ലക്ഷം പേർക്കും വാഗ്ദത്തം ഉണ്ടായിരുന്നു. 6 ലക്ഷം പേർക്കും പ്രവേശിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. 6 ലക്ഷം പേരെയും ഒരുപോലെ ദൈവം നടത്തി. പക്ഷേ
അവരുടെ സ്വഭാവം, അവരുടെ അവിശ്വാസം എന്ത് സംഭവിച്ചു? അവരെ മരുഭൂമിയിൽ നശിച്ചു പോകുന്നതിന് ഇടയാക്കി തീർത്തു. ദൈവമക്കളെ, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. നമുക്ക് ലഭിക്കുന്നതായ അവസരം, ഇന്നത്തെ ലോകത്തെ നോക്കി ഏതൊരു വ്യക്തിക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്നതായ ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ദൈവം ഈ ലോകത്തിലെ കാര്യങ്ങൾ നടത്തുന്നത് ദൈവമക്കളെ ഇന്ന് നമ്മുടെ കണ്ണാലെ നമുക്ക് കാണാനെല്ലാം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ഈ അവസരം നഷ്ടപ്പെടുത്തിയ ഒരാളുണ്ട്. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ വിശ്വസിച്ച ശിഷ്യന്മാരെല്ലാവരും അവസാനത്തോളം എത്തിയോ? തക്കത്തിൽ വിനിയോഗിച്ചോ? നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. നോക്കൂ, കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം നടക്കാൻ ഭാഗ്യം ലഭിച്ച, കർത്താവിൻ്റെ ശിഷ്യൻ എന്നുള്ള പേര് ലഭിച്ച ഒരു ഭാഗ്യകരമായ അനുഭവത്തില്, ഒരുപക്ഷെ ആ തലമുറയിൽ ഈ ലോകത്ത് എത്രമാത്രം ജനമുണ്ടോ ആ ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവരാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുക എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളായ ദൈവവചനം അറിയാവുന്ന നമുക്കത് മനസ്സിലാകും. യേശുവിൻ്റെ ശിഷ്യനായി തീരുക എന്ന് പറയുന്ന ആ മഹത്വകരമായ അനുഭവം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഉടയവനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ചവനാണ്. അവൻ്റെ ഒരു ശിഷ്യനായി അവൻ്റെ കൂടെ നടക്കാൻ, അവനോടുകൂടെ വസിക്കാൻ, അവൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണാൻ, ആ അത്ഭുതങ്ങളിൽ പങ്കാളിയാകുവാൻ, അവൻ ഈ ലോകത്ത് ആക്ഷരികമായി നടന്നിരുന്നതായ ആ കാലഘട്ടത്തിൽ അവൻ്റെ വേലയോട് ചേർന്ന് നിൽക്കുവാൻ, അവൻ്റെ ശരീരം കാണുവാൻ, അവൻ്റെ കണ്ണ് കാണുവാൻ, അവൻ്റെ നോട്ടമൊന്ന് ലഭിപ്പാൻ, അവൻ്റെ കൈയുടെ സ്പർശനമൊന്ന് അനുഭവിക്കുവാൻ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ആ സ്വർഗീയ തെറിമൊഴികളെ ഒന്ന് കേൾക്കുവാൻ, നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യനായിരുന്നു യൂദാ ഇസ്കരിയോത്ത. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട് ആ നാശയോഗ്യനല്ലാതെ എന്നൊരു വാക്ക് ഈ യൂദായെക്കുറിച്ച്. അവൻ നശിച്ചുപോയി, അവന് ദൈവരാജ്യം കിട്ടിയില്ല. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഒരു വ്യക്തി, കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുമ്പോൾ ഈ യൂദ കണ്ടതല്ലേ. അന്നത്തെ കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അടുപ്പിക്കില്ല. അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചില ഗുഹകള്, ചില താഴ്ചയുള്ള കിണർ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഈ കുഷ്ഠരോഗികളെല്ലാം. കുഷ്ഠരോഗമുണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്ക് പരസ്യമായി നടക്കുന്നതിനോ മറ്റുള്ള സാധാരണ മനുഷ്യരുമായി ഇടപെടുന്നതിനോ സംസാരിക്കുന്നതിനോ അവർക്ക് അവസരമില്ല. ഒരു വീട്ടിലൊരു വ്യക്തിക്ക് കുഷ്ഠരോഗമുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പാടില്ല, നാട്ടിൽ നിൽക്കാൻ പാടില്ല. ആ നാട്ടിൽ അവർക്ക് വേണ്ടി മാത്രമുള്ളതായ പ്രത്യേക കുഴികളിൽ കൊണ്ടുവന്ന് അവരെ ഇടും. വല്ലപ്പോഴും സർക്കാരോ ആളുകളോ കൊടുക്കുന്നതായ, അതും പാത്രത്തിൽ ഇറക്കി കൊടുക്കുന്നതായ, കയറിൽ കെട്ടി ഇറക്കി കൊടുക്കുന്നതായ ആ അല്പ ആഹാരം കഴിച്ചാണ് അതിനകത്തുള്ളതായ കുഷ്ഠരോഗികളൊക്കെ അവിടെ കിടക്കുന്നത്. അവർ മരണം അവിടെ തന്നെ. പിന്നെ അവർക്ക് അവിടെ ജീവിതമില്ല, അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതായ ആ സമൂഹം, അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് കർത്താവായ യേശുക്രിസ്തു ആ മനുഷ്യൻ അടുത്തേക്ക് വരുമ്പോൾ പോലും ഞാൻ അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം അവൻ അങ്ങനെ ആരെങ്കിലും പുറത്തേക്കിടെ നടക്കുന്നുണ്ടെങ്കിൽ അവന് നടക്കാൻ തന്നെ. അങ്ങനെ അനുവാദമൊന്നുമില്ല. അത്രമാത്രം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ആരും അടുപ്പിക്കില്ലാത്തതായ, കാരണം ഇത് പകർച്ചവ്യാധിയാണ്, മറ്റുള്ളവർക്ക് പകരും. അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് കർത്താവായ യേശുക്രിസ്തു ചെന്ന് അവൻ്റെ ആ കുഷ്ഠമുള്ള ശരീരത്തിൽ കൈവച്ച് അവനെ സൗഖ്യമാക്കുന്നതും, അവൻ്റെ ശരീരം സാധാരണ ഒരു മനുഷ്യന്റെ ശരീരം പോലെ അവൻ്റെ കേടുപാടുകളെല്ലാം മാറി അവൻ പൂർണ്ണ സൗഖ്യമാകുന്നതും എത്രയോ വട്ടം ഈ യൂദാ ഇസ്കരിയോത്ത കണ്ടു. യേശു ദൈവപുത്രനാണെന്ന് ഇതിൽ കൂടുതൽ തെളിവ് അവൻ എന്ത് കിട്ടാനുണ്ട്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഭൂതം ബാധിച്ചതായ മനുഷ്യര്, ഭൂതഗ്രസ്തരായ വ്യക്തികള് യേശുവിനെ കണ്ടപ്പോൾ അതുപോലെ ഉപദ്രവത്തിന്റെ സ്വഭാവം കാണിച്ചതായ വ്യക്തികള്, സമൂഹത്തിന് വീട്ടിലുള്ളവർക്കൊക്കെയും ഉപദ്രവമായതുകൊണ്ട് ചങ്ങലയാൽ പൂട്ടപ്പെട്ടവര്, ഭ്രാന്ത് പിടിച്ചവര്, ശരിയായ ഭ്രാന്തായിട്ടുള്ളവര്, ആരെങ്കിലും അടുത്തേക്ക് ചെന്നാൽ ഉപദ്രവിക്കുന്നവര്, അവരെ കൊണ്ട് വീട്ടുകാർക്ക് പോലും പൊറുതിമുട്ടിയിട്ട് അവരെ ചങ്ങലയിട്ട് തളച്ചു കിടക്കുന്നതായ ആളുകള്, എന്നാൽ ആ ചങ്ങല പോലും ഉരുമി പൊട്ടിച്ചു കളയാൻ ശക്തിയുള്ളതായ ആ പൈശാചിക ശക്തിക്ക്, ബന്ധനത്തിന് അടിമപ്പെട്ടവരായ വ്യക്തികള്, അവരുടെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് തൻ്റെ തിരുവായി മൊഴിഞ്ഞ്
ഒന്നോ രണ്ടോ വാക്കുകൾ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഭൂതം ഇറങ്ങിപ്പോയി. അവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് സാധാരണ മനുഷ്യരായി തീരുന്നത് ഈ യൂദാ ഇസ്കരിയോത്ത കണ്ടു. എത്രയോ വട്ടം, എത്രയോ സ്ഥലങ്ങളിൽ. ജനിച്ച നാൾ മുതൽ നടന്നിട്ടില്ലാത്തതായ വ്യക്തി, 38 വർഷമായി ഒരു കുളത്തിന്റെ കരയിൽ പക്ഷവാതം പിടിച്ച് കിടക്കുന്ന വ്യക്തി, ജീവിതത്തിൽ എഴുന്നേറ്റ് നടന്നിട്ടേയില്ല. അതിനുള്ള ശേഷിയില്ല. ശരീരം അതുപോലെ കിടക്കുന്നു. 38 കൊല്ലമായി മനുഷ്യനെ അറിയാവുന്നവർ ആ നാട്ടിൽ മുഴുവനുമുണ്ട്. ഇവൻ ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ ജനം. എന്നാൽ യേശു ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്ന് തൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് അവനോട് കൽപ്പിച്ചു, നീ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന്. ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ നരിയാണികൾ ഉറച്ച് അവൻ എഴുന്നേറ്റു. അവൻ അതുവരെ ചുവന്നതായ അവനെ ചുവന്ന ആ കിടക്ക അതെടുത്ത് ചുരുട്ടി അവൻ സുഖമായി നടക്കാനും ഓടാനും തുടങ്ങി. ഇത് യൂദാ ഇസ്കരിയോത്ത കണ്ണാലെ കണ്ടതായ സാക്ഷ്യം. ഇങ്ങനെ പറയാൻ നോക്കിയാൽ ദൈവമക്കളെ എന്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങൾ! ഇതെല്ലാം യേശു നേരിട്ട് ചെയ്തത്. എന്നാൽ 12 വർഷമായി രക്തസ്രവം എന്ന് പറയുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നതായ രോഗം ബാധിച്ച് തനിക്കുള്ളതൊക്കെയും വൈദ്യന്മാർക്ക് കൊടുത്ത് ചെലവഴിച്ച് ചികിത്സ നടത്തിയിട്ടും ഒട്ടും ഭേദം വരാത്തതായ ഒരു പാവപ്പെട്ട സ്ത്രീ. ഒരു പക്ഷേ അവളുടെ രക്തം വാർന്ന് 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 അവൾ എല്ലും തോലും പോലും ആയിട്ടുണ്ടാകാം. അങ്ങനെയുള്ളതായ സ്ത്രീയാണ് യേശുവിനെ കുറിച്ച് കേട്ടത്. ഇവൾക്ക് അവളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉദിച്ചു. ഈ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റ തൊങ്ങലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. കാരണം കേൾക്കുന്ന വാർത്തകളെല്ലാം അതുപോലെയാണ്. യേശുവിനെ കുറിച്ച് അവൾ കേട്ടതെല്ലാം അതുപോലെയാണ്. അവൾ വിശ്വാസത്തോടെ പുരുഷാരത്തിന്റെ അടുക്കൽ നിൽക്കുന്ന, പുരുഷാരത്തിന് ചുറ്റും പുരുഷാരത്തോടു കൂടി നിൽക്കുന്ന യേശുവിനെ കണ്ടു. അവൾ പതിയെ പതിയെ കുനിഞ്ഞു കുനിഞ്ഞ് ഇറങ്ങിച്ചെന്ന് ആ ആളുകളുടെ ഇടയിലൂടെ ചെന്ന് ആരും അറിയാതെ യേശുവിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. ശരീരത്തെ പോലും തൊടാൻ പറ്റിയില്ല, യേശുവിൻ്റെ വസ്ത്രത്തിന്റെ അറ്റത്തൊന്ന് തൊട്ടു. ഉടനെ യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. ചുറ്റുപാടും ധാരാളം പേര് തിക്കും തിരക്കും ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് യേശു പറയുന്നത്, ഒരാൾ എന്നെ തൊട്ടു എന്ന്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഇത്രയും പേര് ചുറ്റും നിന്ന് നിന്നെ തിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരാൾ എന്നെ തൊട്ടു എന്ന് പറഞ്ഞാൽ ആരാ കർത്താവേ? എത്രയോ പേര് എന്നെ തൊട്ടു, നിന്നെ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നെ തൊട്ടതുപോലെയല്ല, ഈ കൂടി നിൽക്കുന്ന ജനം എന്നെ ഇടിക്കുന്നത് പോലെ, എന്റെ മേത്തേക്ക് വന്ന് തൊടുന്നത് പോലെ, എന്റെ മേത്ത് വന്ന് ഇടിക്കുന്നത് പോലെയല്ല. വിശ്വാസത്താൽ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ള വിശ്വാസത്താൽ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ, എന്റെ ആ വസ്ത്രത്തിന്റെ അറ്റത്തൊരുവിൽ തൊട്ടിട്ടുണ്ട്. കാരണം എന്നിൽ നിന്ന് ശക്തി, ആത്മാവിന്റെ ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ കൈ വിറച്ചുകൊണ്ട്, കാല് വിറച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീ കൈ കുപ്പിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, അത് ഞാനാണ്, അത് ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവളുടെ രക്തസ്രവം അവിടെ നിന്നു. പിന്നെ അവൾ രക്തസ്രവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇതും ഈ കൂടെ നിൽക്കുന്നതായ യൂദാ ഇസ്കരിയോത്ത കണ്ടതാണ്. ദൈവമക്കളെ, യൂദ കാണാത്ത അത്ഭുതം പിന്നെ എന്താണുള്ളത്? വേറെ ആരും ആശ്രയമില്ല, ഭർത്താവില്ലാത്തതായ ആ പാവപ്പെട്ട വിധവയായ സ്ത്രീ, അവളുടെ ഏക അഭയമായിരിക്കുന്ന ഏകജാതനായ ആ ബാലൻ, അവനും മരിച്ചു. അടക്കാനായി കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ആരുമില്ല ഈ ഭൂമിയിൽ തനിക്ക്. ഭർത്താവ് ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചു. വിധവയാണ്. ഇപ്പൊ ഒരു അത്താണിയായി ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ നോക്കിയാണ് ജീവിച്ചത്. ആ കുഞ്ഞിന് വേണ്ടിയാണ് ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിച്ചത്. ഇപ്പോൾ ആ കുഞ്ഞിൻ രോഗബാധിതനായി മരിച്ചു. ദാ കൊണ്ടുപോവുകയാണ് അങ്ങ് കല്ലറയിലേക്ക് അടക്കം ചെയ്യാനായിട്ട്. അപ്പോഴാണ് യേശുവും ശിഷ്യന്മാരും പുരുഷാരവും നേരെ എതിരെ വരുന്നു ആ പട്ടണത്തിലേക്ക്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യേശു ആ മഞ്ചത്തിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു ആ മഞ്ചത്തിൽ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ മരിച്ചു കിടന്ന ബാലന് ജീവൻ പ്രാപിച്ചു. ദൈവമക്കളെ, ഇതെല്ലാം കള്ളത്തരങ്ങളല്ല, ആ നാട്ടിൽ നടന്ന സത്യമായ സംഭവങ്ങളാണ്. ഇതെല്ലാം ആര് കണ്ടു? ആ മരിച്ചുപോയി കല്ലറയിലേക്ക് അടക്കാൻ കൊണ്ടുപോയ ബാലനെ അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ജീവൻ കൊടുത്ത യേശു ക്രിസ്തുവിനെ യൂദ കണ്ടതാണ്, യൂദ അനുഭവിച്ചതാണ്. പക്ഷേ യൂദയ്ക്ക് എന്ത് സംഭവിച്ചു? ദൈവനാമം മഹത്വപ്പെടട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവമക്കളെ, ഈ യേശു ക്രിസ്തുവിൽ നിന്ന് അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും എൻ്റെ വായിൽ നിന്ന് വരുന്ന ഈ വചനങ്ങളെ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ദൈവമക്കളെ, ഇത്രയേറെ അനുഭവങ്ങൾ ലഭിച്ചിട്ട് ഇന്ന് ഞാൻ വിശ്വാസത്തിൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ളതായ ആ ഉറപ്പിലാണോ ജീവിക്കുന്നത്? അതോ എനിക്ക് കിട്ടിയ അവസരം ഞാൻ പാഴാക്കി ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന പിശാചിൻ്റെ
കേളിക്കൊത്തവണ്ണം ഞാൻ അവൻ്റെ വാക്കുകൾക്കൊത്തവണ്ണം തുള്ളി ഈ ലോകത്തിൽ പാപം ചെയ്ത് പിശാചിന്റെ അടിമയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? സഹോദര, എത്ര കാലം നീ വചനം കേട്ടതാണ്? സഹോദരി, നിന്റെ ചെവിയിലേക്ക് ഈ ജീവനുള്ള ദൈവത്തിന്റെ വചനം എത്രയോ നാളുകൾ ഒഴുകി വന്നതാണ്. ഇന്ന് നീ എവിടെ? ഇന്ന് നീ എന്ത് കേൾക്കുന്നു? ഇന്ന് നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കെന്ത്? ഇന്ന് നിന്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ചിന്ത എന്ത്? ഇന്ന് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് നീ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്ത്? ഈ ദൈവത്തിന്റെ വചനമനുസരിച്ചാണോ ജീവിക്കുന്നത്? ചിന്തിച്ചു നോക്കുക. സമയം തക്കത്തിൽ വിനിയോഗിച്ചില്ല എങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം കേട്ടോ. ഒരു സമയം വരും, ഓപ്പർച്യൂണിറ്റി ഓവർ ആകുന്ന ഒരു സമയമുണ്ട്. ഓപ്പർച്യൂണിറ്റി ഈസ് ഓവർ എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ദൈവമക്കളെ, സമയം തീരും, കാലം തീരും. യൂദായിക്കും അവസരമില്ലാത്തൊരു സമയം വരും. യൂദായിക്ക് കിട്ടിയ അവസാനത്തെ അവസരം പോലും അവനത് പ്രയോജനപ്പെടുത്തിയില്ല. ദൈവസന്നിധിയിലേക്ക് വന്ന് തന്റെ തെറ്റ് ഏറ്റുപറയുന്നതിന് പകരം അവൻ ഈ ലോകത്തിന്റെ പ്രഭു പറഞ്ഞതനുസരിച്ച് അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കെട്ടിത്തൂങ്ങി ചത്തുകളഞ്ഞു. ദൈവമക്കളെ, ഭയാനകമായിരുന്നു അന്ത്യം. കിട്ടിയ അവസരം വിനിയോഗിക്കാതെ നടന്നതായ യൂദായുടെ അവസാനം അതിഭയാനകമായിരുന്നു, ഭീകരമായിരുന്നു. നരകത്തിലേക്ക് പോകേണ്ടവനായിരുന്നോ യേശുവിന്റെ ശിഷ്യനായിരുന്ന യൂദ? കിട്ടിയ അവസരം അവൻ വിനിയോഗിച്ചില്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കരുത്. ഓപ്പർച്യൂണിറ്റി ഓവറാകുന്ന ഒരു ദിവസമുണ്ട്. ഗ്രേസ് പീരിയഡ് എൻഡാകുന്ന ഒരു ദിവസമുണ്ട്. ദൈവമക്കളെ, ഈ ഗ്രേസ് പീരിയഡ് നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഈ കൃപയുടെ കാലം അത് തീരുന്നതിന് മുമ്പ് ഇപ്പോൾ നമുക്ക് ആയുസ്സുള്ള ഈ സമയം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ഇതുവരെ വന്ന തെറ്റുകൾ എന്ത് തന്നെ ആയാലും യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതുവരെ വന്ന പാപം എന്ത് തന്നെ ആയാലും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. 70 വട്ടം ക്ഷമിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചതായ കർത്താവായ യേശു ക്രിസ്തു 70,000 വട്ടം ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്ത് സംഭവിച്ചെങ്കിലും സഹോദര, മടങ്ങി വരിക, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരിക, വചനത്തിന്റെ മുമ്പിലേക്ക് വരിക, ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം വെച്ചു കൊടുക്കുക. കർത്താവെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സഹോദരി നീ ഒന്ന് പറയുക. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സമയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നീട്ടി തരുന്നു. ഞങ്ങളുടെ ആയുസ് അവിടുന്ന് നീട്ടി തരുന്നു. കർത്താവെ, ലഭിച്ചതായ ഈ സമയം ഞങ്ങളുടെ ആയുസ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി ഭയാനകമായ അന്ത്യത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ആർക്കും ഇടവരാതെ വണ്ണം നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ളതായി വിളി കേട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി വിളി കേട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ അവസാനം വരുവാൻ കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് ഭാഗ്യം തരണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്നും നീ ഞങ്ങൾക്ക് വചനം തരുന്നതിനായി സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമീൻ.